ഹോൺസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ പാരനോർമൽ ജേർണി ഒഫീഷ്യലി ഇവിടെ കിക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന പോലെ തന്നെ ആദ്യമായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈ വാമ്പയർ ലവർ എന്ന എൻ്റെ ഫസ്റ്റ് പാരനോർമൽ സ്റ്റോറിയാണ്. മൈ വാമ്പയർ ലവർ ഒരു സാധാരണ സ്റ്റോറിയല്ല. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇതൊരു പാരനോർമൽ സ്റ്റോറിയാണ്. ഇത് മനുഷ്യ സ്ത്രീയായ ലിസാറയുടെയും അവളുടെ വാമ്പയർ ലവറായ ഏഡ്രിയാൻ്റെയും സ്റ്റോറിയാണ്. തികച്ചും യാദൃശ്ചികമായി ഒരു യാത്ര പുറപ്പെടുന്ന ലിസാറയ്ക്ക് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സൂപ്പർ നാച്ചുറൽ അനുഭവങ്ങളും താൻ എത്തപ്പെടുന്ന സൂപ്പർ നാച്ചുറൽ വേൾഡും താൻ എൻകൗണ്ടർ ചെയ്യപ്പെടുന്ന സൂപ്പർ നാച്ചുറൽ ബീയിങ്സും, അതായത് വാമ്പയർസും ഒക്കെ തമ്മിൽ കൂടിക്കലർന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറിയാണ് മൈ വാമ്പയർ. ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റ്, അതായിരുന്നു ലിസാറയുടെ വീട്. വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു അവളുടെ ലൈഫ്. ഏക മകളായിരുന്നു ലിസാറ. പക്ഷേ 2 വർഷം മുന്നേ ഒരു കാർ ആക്സിഡൻറ്റിൽ അവൾക്ക് തൻ്റെ അച്ഛനെയും അമ്മയും ഒരുമിച്ച് നഷ്ടപ്പെടുന്നു. അതേ തുടർന്ന് ഒറ്റപ്പെട്ടു പോയ ലിസാറയ്ക്ക് ആകെ കൂട്ടായിട്ടുണ്ടായിരുന്നത് അവളുടെ കൂട്ടുകാരി ജെസിക്കയായിരുന്നു. നാട്ടിൽ അവളുടെ മുത്തശ്ശിയല്ലാതെ മറ്റു ബന്ധുക്കളൊന്നും ലിസാറയ്ക്ക് ഉണ്ടായിരുന്നില്ല. തൻ്റെ മുത്തശ്ശിയെ ലിസാറ ഒരിക്കൽ പോലും കണ്ടിട്ടുമുണ്ടായിരുന്നില്ല. വൈകാതെ ജെസിക്ക വിവാഹിതയാവുന്നു. അവളുടെ ഹസ്ബൻഡ് ടോമിനൊപ്പം അദ്ദേഹത്തിൻ്റെ താമസസ്ഥലത്തേക്ക് മാറിപ്പോകുന്നു. വീണ്ടും ഒറ്റപ്പെടലിൻ്റെ നാളുകൾ. അങ്ങനെ ഇരിക്കെ ലിസാറ ബ്ലേക്ക് എന്ന ഒരാളുമായി പരിചയത്തിലാവുന്നു. ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെ വല്ലാത്ത സമാനത. അത് അവരെ തമ്മിൽ അടുപ്പിച്ചു. ആ അടുപ്പം ഇഷ്ടത്തിലേക്കും പിന്നീട് ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കും വഴിമാറുന്നു. എന്തുകൊണ്ടോ ജെസിക്കയ്ക്കോ അവളുടെ ഹസ്ബൻഡ് ടോമിനോ ഈ ബന്ധം ആദ്യം മുതലേ ഇഷ്ടമായിരുന്നില്ല. അവർ വല്ലാതെ എതിർത്തിരുന്നെങ്കിൽ കൂടി ലിസാറ ഇതൊന്നും വകവച്ചില്ല. അവൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ഒരു ദിവസം ബ്ലേക്ക് അവിടെ ഇല്ലാതിരുന്ന ഒരു ദിവസം ടോമാണ് ഈ വാർത്ത ലിസാറയോട് പറയുന്നത്. ബ്ലേക്ക് അയാളുടെ സിഇഒയുടെ മകളുമായി ഇഷ്ടത്തിലാണ്. അവർ തമ്മിൽ വിവാഹം കഴിച്ച് ജീവിക്കാൻ പോകുന്നു. ഇതറിഞ്ഞ ലിസാറ വല്ലാതെ ഷോക്ക്ഡായിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. ബ്ലേക്ക് വരുമ്പോൾ ഇതേക്കുറിച്ച് ചോദിക്കണമെന്ന് അവൾ തീരുമാനിക്കുന്നു. അങ്ങനെ ബ്ലേക്ക് വന്നപ്പോൾ ലിസാറ ഇതേക്കുറിച്ച് ചോദിച്ചു. പക്ഷെ ബ്ലേക്കിൻ്റെ മറുപടി ലിസാറയെ ഒന്നുകൂടി തകർത്ത് കളഞ്ഞു. ഒരു ബെറ്റർ ലൈഫ് ആഗ്രഹിക്കാത്തത് ആരാണ്? ഞാനും അതുകൊണ്ട് അത് ചൂസ് ചെയ്തു. നീ എന്നെ വിട്ടേക്ക്, ഞാൻ എൻ്റെ ലൈഫായിട്ട് മുന്നോട്ട് പോകാം. നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. ബ്ലേക്കിൻ്റെ ഈ മറുപടി ലിസാറ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ തകർന്നുപോയി. പക്ഷേ വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറായില്ല. ബ്ലേക്കിനോട് അവൾ പറയുന്നു, ഇത് ഞാൻ എന്തായാലും നിന്റെ ബോസിൻ്റെ മകളോട് പറയും. നീ ഇങ്ങനെ ഒരു ചതിയനാണെന്നറിയുമ്പോൾ അവൾ നിന്നെ വിട്ടുപോകും. പക്ഷേ ബ്ലേക്ക് അവളെ വല്ലാതെ വേദനിപ്പിച്ചു. മാനസികമായും ശാരീരികമായും വല്ലാതെ ഉപദ്രവിച്ചു. എന്നിട്ട് അവളെ ഭീഷണിപ്പെടുത്തി, മേലാൽ എൻ്റെ കൺമുമ്പിൽ പോലും വരരുത്. ഇനി ഒരിക്കൽ കൂടി നീ എൻ്റെ കൺമുമ്പിൽ വന്നാൽ പിന്നെ നീ ജീവനോടെ തിരിച്ചു പോവില്ല. ആ വാക്കുകളിലെ ഭീഷണിയല്ല അവളെ ഭയപ്പെടുത്തിയത്, അവളെ വേദനിപ്പിച്ചത്. മറിച്ച് അവൻ്റെ ചതിയായിരുന്നു. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് അവൻ്റെ ഓർമ്മകളുള്ള ഈ വീടും നാടും ജോലിയും എല്ലാം ഉപേക്ഷിച്ച് അവൾ തൻ്റെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇതറിയുന്ന ജെസിക്കയും ടോമും
അവളെ പിന്തിരിപ്പിക്കാൻ ആവത് ശ്രമിച്ചു. പക്ഷേ ലിസാറയുടെ തീരുമാനം ഉറച്ചതായിരുന്നു. 1 വർഷം മുന്നേ തൻ്റെ ഗ്രാൻഡ് മദർ മരിച്ചപ്പോൾ ലിസാറയുടെ പേരിലേക്ക് അവരുടെ പ്രോപ്പർട്ടി എല്ലാം ട്രാൻസ്ഫർ ചെയ്തിരുന്നു. ഒരു വലിയ വീടിനും കുറേ സ്വത്തുക്കൾക്കും ഇപ്പം അവൾ ഓണറാണ്. പക്ഷേ അതൊന്നും അവളെ ഒട്ടും സന്തോഷവതിയാക്കിയിരുന്നില്ല നേരത്തെ. പക്ഷേ ഇപ്പോൾ അവൾ അവിടേക്ക് തിരിച്ചു പോകാനായി തീരുമാനിക്കുന്നു. ഉറച്ച തീരുമാനമായിരുന്നു അവളുടേത്. പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അങ്ങനെ വളരെ വേദനയോടെ, സങ്കടത്തോടെ, കണ്ണീരോടെ ജെസിക്കയും ടോമും ലിസാറയെ യാത്രയാക്കുകയാണ്. തൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കാറിൽ കയറ്റി വെച്ച് ലിസാറ തൻ്റെ നാട്ടിലേക്ക് യാത്ര പുറപ്പെടുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന ലിസാറ സിറ്റി ലിമിറ്റ്സ് കഴിഞ്ഞപ്പോൾ വണ്ടി ഒന്ന് നിർത്തി തൻ്റെ ജന്മനാടിനെ ഒരു നോക്ക് അവസാനമായി അവളൊന്ന് തിരിഞ്ഞു നോക്കി. കണ്ണുനീരോടെ അവൾ പിന്തിരിഞ്ഞു വണ്ടിയിൽ കയറി. ഒരു ദീർഘനിശ്വാസത്തോടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഒരുപാട് ശുഭാപ്തി വിശ്വാസങ്ങൾ അവൾക്കുണ്ടായിരുന്നു. എല്ലാം മാറി മറിഞ്ഞേക്കും, നല്ലൊരു ജീവിതം തന്നെ കാത്തിരിക്കുന്നുണ്ടാവും എന്നുറച്ചു വിശ്വസിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് പോയി. പക്ഷെ 2 കണ്ണുകൾ, 2 തീക്ഷ്ണ കണ്ണുകൾ, ചോര നിറമാറുന്ന 2 കണ്ണുകൾ അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു. അവൾ അറിയാതെ, അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ, അവൾ ഇതുവരെ കണ്ടിട്ട് പോലുമില്ലാത്ത 2 കണ്ണുകൾ. മൈ വാമ്പയർ ലവറിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് തരാൻ മറക്കരുത്. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം, ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി ഞാൻ വീണ്ടും തിരിച്ചു വരുന്നവരെ ദിസ് ഇസ് ബൈ ഫ്രം ലിസാറ.